ഒരു അടിപൊളി കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഏകദേശം ഒരു 300 ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സാക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി. എന്നിട്ടിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു ചട്ടിയിൽ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കണം. ഇത് മൂടി വയ്ക്കാണ്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. വേവിക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റോളം കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം. ഇടയ്ക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അടിയിൽ പിടിക്കാനായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സിമ്പിൾ കോവയ്ക്ക റെസിപ്പി.